ജെ ജോസഫിന്റെ പിൻഗാമിയായി മകൻ അപ്പു ജോൺ ജോസഫ് കേരള കോൺഗ്രസ് നേതൃപദവിയിലേക്ക് പാർട്ടിയുടെ സംസ്ഥാന ചീഫ് കോർഡിനേറ്ററായി അപ്പുവിനെ തെരഞ്ഞെടുത്തു. ഐകകണ്ഠ്യേനയാണ് പാർട്ടി തീരുമാനമെന്ന് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLA പറഞ്ഞു. ജെ ജോസഫ് ഇനി തൊടുപുഴയിൽ മത്സരിക്കില്ലെന്ന പ്രചാരണം ശക്തമാകുന്നതിനിടെയാണ് അബുവിന്റെ വരവ്. IT സെൽ കൺവീനറായിരുന്ന അബു ഇനി സംസ്ഥാന കോർഡിനേറ്ററായി പ്രവർത്തിക്കും. പാർട്ടി പദവികളിൽ 5ാം സ്ഥാനമാണ് കോർഡിനേറ്റർ ചുമതല. പാർട്ടിയുടെ നയരൂപീകരണ സമിതിയായ ഹൈപ്പവർ കമ്മിറ്റിയിലും അബുവിനെ ഉൾപ്പെടുത്തി. പുതിയ പദവി അംഗീകാരമെന്ന് അബു മീഡിയ വണ്ണിനോട്. പ്രവർത്തനത്തിന് പാർട്ടി നൽകിയ അംഗീകാരമായിട്ട് ഞാനിതിനെ വിലയിരുത്തുന്നു. ജെ ജോസഫ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഒരു മക്കൾ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നെങ്കിൽ ഒരു 10-20-30 വർഷം മുമ്പ് തന്നെ ഒരുപക്ഷെ ഈ പാർട്ടിയുടെ നേതൃനിരയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ജനപ്രതിനിധിയായിട്ട് ഞാൻ വന്നേനെ. അബുവിന്റെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് കാര്യമായ എതിർശബ്ദങ്ങൾ പാർട്ടിയിലില്ല എന്നതും കേരള കോൺഗ്രസിന് ആശ്വാസമാണ്. ഇനി മുന്നോട്ട് തീർച്ചയായിട്ടും കേരള കോൺഗ്രസിൻ്റെ ഒരു മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് അബു ജോൺ ജോസഫ് കൂടി കടന്നു വരേണ്ടതിൻ്റെ ഒരു സമയമായി. അല്ലെങ്കിൽ അതുകൂടി വേണം, അതുകൂടി വരുന്ന പാർട്ടിക്ക് നല്ലതാണ് എന്ന ഞങ്ങളുടെ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് അബു ജോൺ ജോസഫിനെ കൂടി സ്റ്റേറ്റ് കോർഡിനേറ്ററായി നിശ്ചയിച്ചിട്ടുള്ളത്. വനനിയമ ഭേദഗതി വിഷയമുയർത്തി ക്യാമ്പയിൻ ശക്തമാക്കണമെന്നും കോട്ടയത്ത് ചേർന്ന ഉന്നതാധികാര സമിതി യോഗം തീരുമാനിച്ചു. ഈ മാസം ചരൽക്കുന്നിൽ ദ്വിദിന ക്യാമ്പും സംഘടിപ്പിക്കും. അതേസമയം ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റം സംബന്ധിച്ച കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ ജോസഫ് വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. അതിർത്തി UDF നേതൃത്വത്തെ അറിയിക്കുവാനും ഉന്നതാധികാര സമിതിയിൽ അഭിപ്രായമുയർന്നു. മീഡിയ 1 കോട്ടയം.